ഹായ് പ്യാരെ വെച്ചോ നിസാറാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു ഫുട്ബോൾ കെ ദിൽ കാ രാജ എന്ന് പറയുന്ന പെലെയെ കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. സോപ്പാൻ ജോഷി എഴുതിയ ഒരു ലേഖാണ് അഥവാ ലേഖനമായിരുന്നു. അപ്പോ ഫുട്ബോൾ ഇതിഹാസം പെലെയും ബ്രസീൽ ടീമൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഇതിൽ വളരെ പ്രധാനപ്പെട്ട പെലെയുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ കഴിയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 6 പോയിന്റുകൾ സെറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ പോയിന്റ് ഇതാണ്: ഫുട്ബോളർ പെലെ കോ കേൽ കാ രാജ കഹ്തേ ഹേ. ഫുട്ബോൾ താരമായ പെലെയെ കേൽ കാ രാജ, കളികളുടെ രാജാവ് എന്ന് കഹ്തേ ഹേ വിളിക്കുന്നു. അപ്പൊ കളികളുടെ രാജാവ് എന്നായിരുന്നു പെലെയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ പിന്നെ പറയുന്നുണ്ട് 29 ഡിസംബർ 2022 കോ ഉൻകി മൃത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ്. അപ്പം 29 ഡിസംബർ 2022 അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത്. അതും നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് നോക്കാം. തബ് ഉൻകി ആയു 82 സാൽ ഖീദി. 82 വയസ്സായിരുന്നു അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 3 പോയിന്റ് വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് നോക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നോക്കൂ. ബ്രസീൽ മേ ഉൻകി ശവയാത്ര 13 കിലോമീറ്റർ ലംബി ഥി. ബ്രസീലിൽ അദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശവ സംസ്കാര യാത്ര 13 കിലോമീറ്ററോളം ദൈർഘ്യമുള്ളതായിരുന്നു എന്നുള്ളതാണ് അല്ലേ. അതേപോലെ പിന്നെ അടുത്ത പോയിന്റ് ആണ് വേ 3 വിശ്വകപ്പ് ജീത്നെ വാലെ ഏക് മാത്ര ഖിലാഡി ഹേ. 3 വേൾഡ് കപ്പ് വിജയിച്ച ലോകത്തിലെ തന്നെ ഒരേ ഒരു കളിക്കാരനാണ് നമ്മുടെ ഇതിഹാസമായ പെലെ. അതേപോലെ നമുക്ക് നോക്കാം 1958 ബ്രസീൽ കി പെഹലി വിശ്വകപ്പ് വിജയ് മേ. 1958 ബ്രസീൽ ആദ്യമായി വേൾഡ് കപ്പ് ജയിക്കുന്ന സമയത്ത് പെലെ എന്ത് ചെയ്തിട്ടുണ്ട്? 6 ഗോൾ കി 6 ഗോളുകൾ പെലെയുടെ കാലുകളിൽ നിന്നും പിറന്നിട്ടുണ്ട്. തബ് ഉൻകി ആയു, ആ സമയത്തെ പെലെയുടെ ആയു എന്ന് പറഞ്ഞാൽ വയസ്സാണ്, ഏജ് ആണ്. 17 വർഷക്കിതി. 17 വയസ്സ് മാത്രമായിരുന്നു നമ്മുടെ പെലെക്ക് 6 ഗോൾ അടിച്ച ആദ്യ വേൾഡ് കപ്പിൽ പെലെയുടെ പ്രായം എന്ന് പറയുന്നത്. അപ്പൊ ഇതിഹാസം തന്നെയാണ്, ലെജൻഡ് ആണ് നമ്മുടെ പെലെ എന്നുള്ളത് കൃത്യമാണ്. ഈ 6 പോയിന്റ് തന്നെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ, പരീക്ഷയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അഗ്ലാ വീഡിയോ में आना सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.